നമസ്കാരം. മാമാസ് കുക്ക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മൾ ഇന്ന് അവൽ കൊണ്ടുള്ള പുതിയ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി വൈറലായ ഒരു റെസിപ്പിയാണ്. അവിടെ ക്ഷേത്രങ്ങളിലൊക്കെ പ്രസാദമായിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണിത്. ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? ആദ്യം നമുക്ക് 170 ഗ്രാം ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് 1.25 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം മെൽറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ബദാമും അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പി പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ്, നല്ല നെയ്യുമാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമുക്കത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അളവുകളൊക്കെ അല്പം ഒന്ന് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഇത് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത 1.5 കപ്പ് തേങ്ങയാണ്. നമുക്കിത് ചുരണ്ടിയ തേങ്ങ ഉപയോഗിക്കാം കേട്ടോ. ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറാൻ തുടങ്ങും. ആ സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് കോരാം. ഇനി ഇതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് അവലൊന്ന് വറുത്തെടുക്കണം. ഈ അവല് ഒരു പാത്രത്തിൽ, അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ടൊന്ന് തട്ടിയാൽ അതിൻ്റെ പൊടിയൊക്കെ പോകും കേട്ടോ. അങ്ങനെ വൃത്തിയാക്കിയ അവല് പാനിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇത് തീരെ കനം കുറഞ്ഞ അവലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള അവലാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഞാൻ 2 തവണ വാങ്ങിച്ചിട്ടും കനം കുറഞ്ഞ അവലാണ് കിട്ടിയത്. ഇതൊരു 3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുമേ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. ഇനി ഇത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. 1-2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് തുറന്ന് നോക്കാം. ആ സമയമാകുമ്പോഴത്തേന് ഇതിൻ്റെ വെള്ളമൊക്കെ ഏറെക്കുറെ വറ്റിയിട്ടുണ്ടാവും. ഹൈ ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ച തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഇനി ഇതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് വറ്റി നെയ്യ് തെളിയുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ബദാം, കാഷ്യൂനട്ടും റൈസിൻസും കൂടെ ചേർക്കാം. കാഷ്യൂ ഞാനത് പിളർത്തിയാണ് ഇട്ടേക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയുടെ അളവുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മധുരപ്രിയർക്ക് നല്ല ഇഷ്ടമാകും കേട്ടോ. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മധുരവും നെയ്യും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.